നിന്റെ കണ്ണുകളില് കത്തുന്നൊരു പകയുടെ തീക്കനൽ ഞാൻ കാണുന്നുണ്ട്. നിന്റെ ലക്ഷ്യം എന്താണെന്നും എനിക്ക് വ്യക്തമാണ്. നിനക്ക് പിന്നിൽ അണിനിരന്ന് നിൽക്കുന്ന ചെമ്പകമംഗലത്തെ ശത്രുക്കളെയും എനിക്ക് നന്നായി അറിയാം. മറ്റുള്ളവരുടെ പിൻബലത്തോടെ നീ ചെമ്പകമംഗലത്ത് കയറിപ്പറ്റി ഞങ്ങളുടെ മക്കളെ തമ്മിലടിപ്പിക്കാനോ അവരെ എന്തെങ്കിലും ചെയ്യാനോ ശ്രമിച്ച എന്റെ ഈ ഒരു കൈമതി ഒരു പുഴുവിനെ ഞെരിക്കുന്നത് പോലെ നിന്നെ ഞാൻ ഞെരിച്ചു കൊല്ലും. എന്നിട്ട് നിന്റെ ശവശരീരം ചാക്കി കെട്ടി അറബിക്കടലിൽ കൊണ്ട് തള്ളും. ആ ഓർമ്മയോടെ വേണം നീ എന്റെ മക്കളുടെ ബെഡ്റൂമിൽ കയറാൻ. മനസ്സിലായോടി? മക്കളെ, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. ഞാൻ മുമ്പത്തെ പോലെ ശക്തമായതിനെ നേരിടാത്തത് എന്റെ ബലഹീനത കൊണ്ടൊന്നുമല്ല. ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് മാത്രമേ ഇപ്പോൾ അറിയൂ. ദേ, നിങ്ങളെങ്കിലും അത് മനസ്സിലാക്കണം. എന്നിട്ട് ഈ പരീക്ഷണത്തിൽ വിജയിക്കണം. പ്രത്യേകിച്ച് കാർത്തി. ജ്യോതിഷ സത്യ എല്ലാത്തിലും കള്ളന്മാരുള്ളതുപോലെ ഇത് പറഞ്ഞു നടക്കുന്നതിലും കള്ളന്മാരുണ്ട്. പക്ഷേ വാഴപ്പാടി തിരുമേനി അക്കൂട്ടത്തിൽപ്പെട്ട ആളല്ല. ഇനി പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് തിരുമേനി പറയുന്നു. ദുർമരണങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നു. അതിന്റെ തുടക്കമാണോ എന്റെ മകൾ നന്ദിനിയുടെ ഈ ക്യാൻസർ രോഗമെന്ന് ഞാൻ സംശയിക്കാം മോനെ. മുത്തശ്ശി, എന്റെ നന്ദിനി മോള് എന്നിൽ നിന്ന് വേർപെട്ടു പോകുന്നതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മുത്തശ്ശി എന്തെങ്ങനെയൊക്കെ പറയുന്നത്? കാര്യങ്ങൾ നിങ്ങളെങ്കിലും ബോധ്യപ്പെടണം. പ്രസവിച്ചതല്ലെങ്കിലും നന്ദിനി നിങ്ങൾ രണ്ടുപേരുടെ അമ്മയാ. അവളുടെ രോഗം മാറണം. ചെമ്പകമംഗലത്തുള്ള ആർക്കും ഒരാപത്തും ഉണ്ടാവരുത്. അതുകൊണ്ടാ ആ ജോത്സ്യർ പറഞ്ഞ തീരുമാനത്തെ മുത്തശ്ശി അനുകൂലിക്കുന്നത്. മക്കളെ, മുത്തശ്ശി, മീനാക്ഷിയുടെ ഒരു തുള്ളി കണ്ണുനീര് നീ കാരണം ഈ മണ്ണിൽ വീടരുതെന്ന് നീ പ്രതിജ്ഞ എടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ മോനെ. അത് നീ മനസ്സിലാക്കണം. മീനാക്ഷി കരയാൻ ഞാൻ അനുവദിക്കില്ല മുത്തശ്ശി. അത് മുത്തശ്ശിയാണ് സത്യം. ഇത് ഈ വീട്ടിലെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാ. അത് മനസ്സിൽ കരുതി മുമ്പോട്ട് പോവുക. ചെല്ലേ. കാർത്തിയേട്ടാ, എന്താ പ്ലാൻ? പ്ലാനൊക്കെ ഞാൻ പറഞ്ഞുതരാം. നെഗറ്റീവായിട്ട് വരുന്നതിനെല്ലാം പോസിറ്റീവായിട്ട് എടുക്കണം. അതിന് നമ്മൾ രണ്ടുപേരും ഒരേ മനസ്സോടെ നിന്നാലേ പറ്റൂ. ഓ,
ദേ, ഇനി എന്തിനാ നീ ഇവിടെ നിൽക്കുന്നത്? നീ പൊയ്ക്കോ. എന്തിന്? ഞാനും കാർത്തിയും കുഞ്ഞും മാത്രം ഇവിടെ ഉറങ്ങണമെന്നാ ജ്യോത്സ്യം പറഞ്ഞേക്കുന്നത്. നിക്ക് നിക്ക് നിക്ക്. നിന്നോട് ഈ മുറിയിൽ ഉറങ്ങിക്കൊള്ളാൻ ജോൽസിന്റെ നിർദ്ദേശപ്രകാരം മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്. അത് നീ ചെയ്തു. പക്ഷേ മീനാക്ഷി ഈ മുറിയിൽ നിന്ന് പോവില്ല. ഇവളെന്റെ ഭാര്യ. ജോത്സ്യം പറഞ്ഞതുപോലെ നമ്മൾ അനുസരിക്കുന്നു അല്ലേ കാർത്തിയേട്ടാ? അതെ അതെ അതെ, ജോത്സ്യം പറഞ്ഞത് അനുസരിച്ചല്ലേ പറ്റൂ. അപ്പൊ നിനക്ക് പേടിയുണ്ടല്ലേ? എന്തിനാടി ഞാൻ പേടിക്കുന്നു? നിന്നെ എറിഞ്ഞു കളഞ്ഞ് കാർത്തി എന്നെ സ്വീകരിക്കുമെന്നുള്ള പേടി. നിന്റെ വൈശാഖിനെ പോലെ കാണുന്ന പെമ്പിള്ളാരുടെ എല്ലാം പുറകെ പോകുന്നവനല്ല എന്റെ കാർത്തിയേട്ടൻ. എനിക്ക് എന്റെ ഭർത്താവിനെ നല്ല വിശ്വാസമാണ്. പിന്നെ ഞാൻ ഈ മുറിയിൽ വന്ന് കിടക്കുന്നത് എന്തിനാണെന്ന് വെച്ചാ, കുറെ നാളായി എനിക്ക് ഇവിടെ കിടന്നാലേ ഉറക്കം വരൂ. നിന്റെ കഷ്ടകാലത്തിന് നീ കാർത്തിയേട്ടനെ മയക്കാൻ ചെന്ന കാർത്തിയേട്ടൻ നിന്നെ കഴുത്ത് ഞെരിച്ച് കൊന്നുകളയും. എന്റെ ഭർത്താവിനെ സെൻട്രൽ ജയിലിലേക്ക് അയക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഇവളോട് ചിലക്കാതെ ചെന്നിരുന്ന് ഉറങ്ങാൻ പറ മീനാക്ഷി. എടി, മര്യാദയ്ക്ക് അവിടെ കിടന്നു, ഞങ്ങൾക്ക് ഉറങ്ങണം. വെച്ചിട്ടുണ്ട്. എന്താ കാർത്തിയേട്ടാ ഇത്? ഛെ. എന്താ കാർത്തിയേട്ടാ ഇത്? ഒരലവിലാതി ആ കർട്ടന്റെ അപ്പുറത്ത് കിടപ്പുണ്ട്. ആ ചിന്ത വേണം കേട്ടോ. ഏയ്. മീനാക്ഷി, ഇങ്ങ് വന്നേ മീനാക്ഷി. കാർത്തിയേട്ടാ, എന്തായി കാണിക്കുന്നേ? എന്തൊരു ശല്യമായത്! മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ല. നാശം. കാർത്തിയേട്ടാ, ഒന്ന് മിണ്ടാതിരിക്കും മീന. എന്തായി കാണിക്കുന്നേ? മതി വീട് കാർത്തിയേട്ടാ. അയ്യേ, എന്റെ കുട്ടിമാളും അല്ലേ? അയ്യേ കാർത്തിയേട്ടാ, ഒന്ന് അടങ്ങി കിടക്ക്. ഏയ്, ഒന്ന് അടങ്ങി കിടക്കന്റെ കുട്ടിമാളും. ആ മീനാക്ഷി. ആ എന്റെ കാർത്തിയേട്ടാ, നിങ്ങളെ കൊണ്ട് തോറ്റല്ലോ. അയ്യേ. മീന, ഏയ്, എന്തായി കാണിക്കുന്നേ? കാർത്തിയേട്ടാ, പറയേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നെങ്കിലും എൻ്റെ അമ്മയോട് അങ്ങനെയൊക്കെ സംസാരിച്ചത് ശരിയായോ? ശ്ശെ, മനസ്സിനായൊരു വിഷം. എന്റെ കുഞ്ഞ് നന്നായി വിഷമിക്കുന്നുണ്ട്. ഞാൻ ചെയ്യാൻ തീരുമാനിച്ചത് ശരിയാണ്, അവൻ പറഞ്ഞത് ശരിയാണ്. എന്റെ പൊന്നുമോൻ ആദ്യമായിട്ട് എന്നോട് പിണങ്ങി. എന്റെ സങ്കടം ഞാൻ സഹിച്ചോളാം, പക്ഷേ അവന്റെ സങ്കടം അമ്മയ്ക്ക് മനപ്രയാസമുണ്ട്. അങ്ങോട്ട് കയറി ചെന്നാലോ? അവനിങ്ങോട്ട് നോക്കുന്നുണ്ട്. അവനെ തിരികെ വിളിച്ചാലോ?
അല്ല വേണ്ട, അമ്മ എന്നെ വിളിക്കട്ടെ. ഞാൻ അവന്റെ അമ്മയല്ലേ, അവന് ഇങ്ങോട്ട് വരട്ടെ. എന്താ വഴിതെറ്റിപ്പോയ മുടിയനായി പുത്രനെ നോക്കി നിൽക്കാണോ? മുടിയനായ പുത്രനോ? ആര്? ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ പറഞ്ഞതാ. അവൻ മുടിയനായ പുത്രനൊന്നുമല്ല. അല്ല, അവൻ ഔട്ട് ഹൗസിലേക്ക് മാറി താമസിച്ചതിൽ മനസ്സിന് വല്ലാത്ത വിഷമമുണ്ടല്ലേ? അവൻ ഏത് പാതാളത്തിൽ പോയി താമസിച്ചാലേ എനിക്കെന്താ? അവൻ അവന്റെ വഴി, എനിക്ക് എന്റെ വഴി. പിന്നെ മെത്രാനെയാ കുരിശു വരയ്ക്കാൻ പഠിപ്പിക്കുന്നത്. ഇന്ന് എന്തായാലും ഉറക്കവും വരികയല്ല. ജഗദീഷ് ചേട്ടന് എന്താ ഉറക്കം വരുന്നില്ലേ? ആ, ചില രാത്രികളൊക്കെ അങ്ങനെയാ, കാളരാത്രിയായി മാറിപ്പോവും. ഹാ, അത് ശരി. അമ്മ അക്കരെ, മോനിക്കരെ. ഛേ, അക്കരെ ഇക്കരയോ? ഇതിനിടയ്ക്ക് കായലൊന്നും ഇല്ലടി. ഇനി അഥവാ കായലുണ്ടെങ്കിലും അതിന് തിരതല്ലെന്നുണ്ടെങ്കിലും അമ്മയുടെ അടുത്ത് ചെല്ലണമെന്നുണ്ടെങ്കിൽ ഞാനങ്ങ് നീന്തി ചെല്ലും. മനസ്സിലായോടി? പിന്നെന്താ നീന്തി ചെല്ലാത്തത്? ആ, അതിന് അമ്മ വിളിക്കണ്ടേ? വിളിച്ചാലും ഞാൻ പോകുന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് നല്ലതാ. ഏതോ ഒരു മണ്ടൻ ജോത്സ്യം പറഞ്ഞെന്നും പറഞ്ഞ് ആ പിള്ളേരെ ഓർത്തിട്ട് എനിക്ക് സഹിക്കുന്നില്ല. പിന്നെന്തിനാ അമ്മയോട് വൈരാഗ്യമുള്ള ഒരാള് അമ്മ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? ആ എടി, അമ്മ എന്തോ കാണിച്ചാലും ആ നിൽക്കുന്നതേ എൻ്റെ അമ്മയാ. അവരില്ലാത്ത ലോകമൊന്നും എനിക്കില്ല. നിനക്കറിയോ, ചെമ്പകമംഗലത്ത് രാജലക്ഷ്മി എന്ന് പറഞ്ഞ എൻ്റെ അമ്മ സ്നേഹത്തിനൊരു നിറകുടമാ. നിറകുടം തുളുമ്പില്ല. ഉള്ളിൽ ഒളിപ്പിക്കുന്ന സ്നേഹം അവരൊട്ട് പുറത്ത് കാണിക്കുകയില്ല. നിന്നെ എനിക്ക് കല്യാണം കഴിച്ചു തന്നതിന് ശേഷമാണ് എൻ്റെ അമ്മ എന്നെ നോക്കാത്തതും എനിക്ക് ചോറ് വിളമ്പി തരാത്തതും. കോളേജിൽ പഠിക്കുന്ന കാലം വരെ എനിക്ക് അമ്മ ചോറ് വാരിത്തരുമായിരുന്നു. ഞാനും വലിയേട്ടനൊക്കെ വരുന്നത് ഏത് പാതിരാത്രിക്കാണെങ്കിലും അമ്മ നോക്കി അങ്ങനെ കാത്തിരിക്കും. വഴിക്കണ്ണുമായിട്ട് നോക്കിയിരിക്കും. വന്നു കഴിയുമ്പം ആദ്യം കുറെ ശകാരമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ആഹാരം കഴിച്ച് തീരുന്നവരെ അങ്ങനെ കൂടെ ഇരിക്കും. ഞങ്ങൾ ഉറക്കം പിടിച്ച ശേഷമേ അമ്മ ഉറങ്ങും. ആ അമ്മയോടാ ന്യായമായൊരു കാര്യത്തിനാണെങ്കിലും ഞാനിന്ന് വഴക്കിട്ടത്. പോലും ഉറക്കാൻ പറ്റില്ല. എന്നാ പിന്നെ അമ്മയോട് മാപ്പ് പറഞ്ഞ് അങ്ങോട്ട് കയറി പൊക്കൂടെ? അയ്യടാ, എന്റെ പട്ടി പോവും. ആ, ഒന്നും ശരിയാവത്തില്ല. വാശിയുള്ള അമ്മയുടെ മോൻ തന്നെയാ ഞാനും. അവന്റെ വാശി അവന്റെ കൈ തന്നെ ഇരിക്കട്ടെ. ഞാൻ വിളിക്കാനൊന്നും പോകുന്നില്ല. ആ, ഇന്നത്തെ ദിവസത്തെ ഉറക്കം പോയി. അത് സാരമില്ല. എന്റെ സ്വപ്നങ്ങളാ എന്റെ 3 മക്കള്. അവരെന്നെ കരയിപ്പിക്കട്ടെ. ഞാൻ ചെയ്യുന്ന എന്തിനു വേണ്ടിയാണെന്ന് ദൈവം കാണുന്നുണ്ട്. മതി, എനിക്കത് മതി. രാജലക്ഷ്മി, നീ വിഷമിക്കരുത്. നിന്റെ കണ്ണീരൊന്നും കാണാനുള്ള ത്രാണി എനിക്കില്ല. ഞാൻ അവനെ വിളിച്ചോണ്ട് വരാം. വേണ്ട, കൈമളായിട്ട് പോവണ്ട. അവനെ എന്റെ തനിപ്പകർപ്പാ. വരില്ല. ഞാൻ ചെന്നാ കരഞ്ഞുകൊണ്ട് അവൻ എന്റെ പിറകെ വരും. എനിക്ക് സൗകര്യമില്ല അവന്റെ കാല് പിടിക്കാൻ. ഹാ, ഇന്ദ്രേച്ചി, ഇന്ദ്രേച്ചി, ഇന്ദ്രേച്ചിയെ. ആ, നീയോ?
നേരം പരപര വെളുത്തതല്ലേ ഉള്ളൂ. നീ എന്താടാ വിരണ്ടതുപോലെ ഓടിയെത്തിയത്? എന്താടാ, എന്തെങ്കിലും കോടാലികൾ ഉടലെടുത്തോ? ഒന്നുമില്ല ചേച്ചി. നിന്റെ കണ്ണുകൾ എന്താടാ ഉപ്പന്റെ കണ്ണുപോലെ ഇരിക്കുന്നെ? രാത്രി മുഴുവൻ മുടിഞ്ഞ വെള്ളോടിയായിരുന്നെന്ന് തോന്നുന്നല്ലോ. എന്താടാ, എന്തു പറ്റി? ഓ, ഒന്നുമില്ല ചേച്ചി. ഓ, ഇപ്പം മനസ്സിലായി. നിന്റെ പ്രിയതമ മൈഥിലി ഇന്നലെ അവളുടെ പഴയ പ്രിയതമന്റെ ബെഡ്റൂമിലാണല്ലോ അന്തി ഉറങ്ങിയത്. അതാണോ? ഏയ്, അതൊന്നുമല്ല. എന്റെ മൈഥിലി എനിക്ക് വിശ്വാസം. കറക്റ്റ്, അങ്ങനെ വേണം. അവള് മനസ്സിന് മുറിവേറ്റ പെണ്ണ. ചവിട്ടേറ്റ മൂർഖനും മനസ്സിന് മുറിവേറ്റ പെണ്ണും ഒരുപോലെയാ. അവര് പകരം വീട്ടും. നിന്നോടൊപ്പം ജീവിക്കാൻ വേണ്ടി സകല സൗഭാഗ്യങ്ങളും ഉപേക്ഷിച്ച് വന്നവളാ. അവള് നിന്നെ ചതിക്കില്ല. എനിക്കറിയാം ഇന്ദ്രേശി, എനിക്ക് അവളെ 100% വിശ്വാസമാണ്. ഇന്നലെ രാത്രിയിൽ കള്ളൽപ്പം കൂടിപ്പോയി, അതിന്റെ ക്ഷീണം എനിക്ക്. ശരിയാ, മുഖം ഉപ്പുമാങ്ങ പരുവത്തിലായി. ആ, അത് പോട്ടെ. നീ അവളെ ഒന്ന് വിളിച്ചേ മൈഥിലിയെ. അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയണമല്ലോ. വിളിക്കാം. ആ, ഫോൺ സ്പീക്കറിലിട്. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും കേൾക്കാലോ. ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു. ഞാൻ ഇന്ദ്രേശിയുടെ വിടില്ല മൈഥിലി. നീ കാര്യങ്ങളൊക്കെ പറയും, ഇന്ദ്രേശിയും കേൾക്കുന്നുണ്ട്. ആ മീനാക്ഷിയുടെ ശല്യം കൂടി വരിക. ജോത്സ്യൻ പറഞ്ഞതിന് വിരുദ്ധമായിട്ടാ അവളും അവനും കൂടി ഓരോന്ന് ചെയ്യുന്ന. മൈഥിലി, മീനാക്ഷിയെ ഉപദ്രവിക്കാനാവരുത് നിന്റെ പ്രവൃത്തി. മീനാക്ഷി എന്റെ മകളാ. കാർത്തിയും അവളെയും തമ്മിൽ അകറ്റണം. എന്നിട്ട് മീനാക്ഷിയെ എനിക്ക് വേണം. പിന്നെ അവരുടെ ഒരു മീനാക്ഷി, അവളെ തകർക്കാനാ എന്റെ ലക്ഷ്യം. അവിടെ നടന്നത് എന്താന്ന് വിശദമായിട്ട് പറ മൈഥിലി. ഇവിടെ ഇന്നലെ നടന്നത് ആരെങ്കിലും ഇങ്ങോട്ട് വന്നാ പുലിപാലാവും. ഞാൻ ഫോൺ വെക്കുകയാണേ. പ്രശ്നമായല്ലോ. ഈ 21 ദിവസം കൊണ്ട് മീനാക്ഷിയും കാർത്തിയും തമ്മിൽ അകലുമെന്നാണ് ഞാൻ കരുതിയത്. ഭർത്താവിനെ ഭ്രാന്തമായി സ്നേഹിക്കുന്ന മാധുരിയെ പോലെ തന്നെയാ മീനാക്ഷിയും. എന്താ ഇന്ദ്രേശി ആലോചിക്കുന്നത്? ആ, മീനാക്ഷി കാർത്തിക്കിന്റെ മുറിയിൽ കിടക്കാൻ പാടില്ല. എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വർക്കൗട്ടാവൂ. എനിക്ക് വ്യക്തമായില്ല. എടാ, നമ്മളെപ്പോലെ തന്നെ ഒരു പക്ഷെ നമ്മളെക്കാൾ ഉപരി ലക്ഷ്യബോധമുള്ളവളാ മൈഥിലി. അവൾ ഒരിക്കൽ കൂടി കാർത്തിക്കിനെ ചിരിച്ചുകൊണ്ട് ചതിക്കണം. നിന്നെ ചതിക്കാതെ അവൾ കാർത്തിക്കിനെ മയക്കിയെടുക്കും. അങ്ങനെ ആ ഉടവാൾ മൈഥിലി കൈക്കലാക്കും. എനിക്ക് ഉടവാള് മാത്രമല്ല, എന്റെ മീനാക്ഷിയെയും വേണം. എനിക്ക് മൈഥിലിയും വേണം, പണവും വേണം. ഉടവാൾ എന്റെ കയ്യിൽ കിട്ടിയാൽ കോടികൾ ഞാൻ നിനക്ക് തരും. ഈ പദ്ധതികളൊക്കെ നടപ്പിലാകണമെങ്കിൽ മീനാക്ഷിയെ നമ്മൾ ആ മുറിയിൽ നിന്ന് മാറ്റണം. അതിനുള്ള വഴികളാണ് കണ്ടെത്തേണ്ടത്. അല്ല, ഇയാളെന്താ കിച്ചണിൽ ചെയ്യുന്നത്? ഞാൻ എന്റെ വീട്ടിലെ കിച്ചണിൽ പലതും ചെയ്യും. ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ? അല്ല, കാർത്തിക്ക് ചായ ഉണ്ടാക്കണോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചത്. ആണെങ്കിൽ എന്തോ കാർത്തിയേട്ടന് ചായ ഉണ്ടാക്കുകയാണെങ്കിൽ
ഇന്ന് മുതൽ 21 ദിവസത്തേക്ക് അത് വേണ്ട. കാർത്തിയുടെ കാര്യങ്ങള് ഞാൻ തന്നെ നോക്കാനാ ജ്യോത്സ്യം പറഞ്ഞേക്കുന്നെ. ആ അങ്ങനെ എല്ലാ കാര്യത്തിലും ഒരു ഭാര്യാ സേവനം. ദേ കൂടുതൽ സേവിക്കാൻ വന്നേക്കരുത്, നിന്റെ പല്ലടിച്ചാൻ തെറിപ്പിക്കും. 21 ദിവസം ഒരേ ബെഡ്റൂമിൽ കഴിയണമെന്ന് ആ ജ്യോത്സ്യം പറഞ്ഞിട്ടുണ്ട്. അതിനാ മുറിയുടെ മൂലയ്ക്ക് ഞാൻ അവസരവും തന്നിട്ടുണ്ട്. അത്രയ്ക്കൊക്കെ മതി കേട്ടോ. കൂടുതൽ ഭരിക്കാനൊന്നും വരണ്ട. അവിടെ ഒരു ഭരണം. 21 ദിവസം നിന്റെ ഉറക്കം സ്വാഹ. ഞാനും എന്റെ കാർത്തിയേട്ടനും എന്റെ കുഞ്ഞും സുഖമായിട്ട് ഉറങ്ങും. ഇവളെന്റെ പല്ലടിച്ച് താഴെയിടുമെന്ന് പറഞ്ഞു. ഇപ്പോ ഇവളുടെ പല്ല് തെറിപ്പിക്കാൻ ഞാനൊരു പണി കൊടുക്കാം.